ആശാൻ മരിച്ചിട്ട് ഇവർക്കൊന്നൊരു പ്രശ്നമല്ലേടാ, അടിച്ചു പൊളിക്കടാ. ഇന്ന് ബന്ധല്ലേ, ഓട്ടം വരില്ല. എക്സാമിന് ടൈം ചേട്ടാ പ്ലീസ്. പരീക്ഷയ്ക്ക് അടുത്ത വർഷം വേണമെങ്കിൽ എഴുതാൻ കൊച്ചേ. ജീവൻ പോയി കഴിഞ്ഞാൽ ആര് തിരിച്ചു തരും? അത് ഞാനെങ്ങും ഇല്ലേ. സർ വണ്ടി നിർത്തൂ സർ പ്ലീസ്. സർ എന്തു പറ്റി? എനിക്ക് വിമൻസ് കോളേജിൽ പോണം, പരീക്ഷയാണ് സർ. ഞാൻ കാശ് തരാം പ്ലീസ്. കാശല്ല പ്രശ്നം, ഇന്ന് ബന്ധാന്നറിയില്ലേ, പോകാൻ പറ്റില്ല. ഇന്ന് എന്റെ ഫൈനൽ എക്സാം ആണ് സർ. ഇത്ര നാളും കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം പാഴായി പോകും സർ. എന്നെ അവിടെ ഒന്ന് കൊണ്ടാക്കൂ സർ പ്ലീസ് സർ. ശരി കേറ്. താങ്ക് യു സർ. എന്താടാ നീ വലിയ ഹീറോ ആവാൻ ശ്രമിക്കുകയാണോ? അതല്ല, ആ കുട്ടിയെ കോളേജിൽ നിന്ന് വിടണമായിരുന്നു. ബന്ധു സമയത്ത് അവന്റെ ഒരു കോളേജ്. ആ കുട്ടിക്ക് ഫൈനൽ എക്സാം ആണ്, എഴുതിയില്ലെങ്കിൽ കുട്ടിയുടെ ഭാവി പോകും. അതുകൊണ്ടൊരു സഹായം ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ബന്ധിന് മുന്നിൽ എക്സാം ഒന്നുമല്ലടാ. അല്ല, ഇവള് നിന്റെ ആരാ? അതൊരു പെൺകുട്ടിയല്ലേ, ഒന്ന് സഹായിച്ചാൽ എന്താ തെറ്റ്? തെറ്റ് ശരി, നീ എന്നെ പഠിപ്പിക്കാ. അടിച്ചു പൊളിക്കടാ. സാരമില്ല, ഗ്ലാസ് എന്തായാലും പൊട്ടിച്ചല്ലോ. ഇനി അവളെ ഞാൻ കൊണ്ടുവിട്ടോട്ടെ. അവൾക്ക് വേണ്ടി നീ റിസ്ക് എടുക്കുന്നുണ്ടല്ലോ. ഇവളും നീയും തമ്മിൽ എന്താണാവോ ബന്ധം? ഡ്രൈവറും കസ്റ്റമറും തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ, അതാ. നീ നിന്റെ ജോലി നോക്കി പോവാൻ നോക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ ആ ഹോൾ ടിക്കറ്റ് എടുത്തോട്ടെ. ഈ പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല, വിദ്യാർത്ഥിനി മതി. ചേട്ടാ വേണ്ട, ചേട്ടാ അത് വേണ്ട, അതൊരു പാവം കുട്ടിയല്ലേ. അടിക്കാനെ ചേട്ടാ, വേണ്ട ചേട്ടാ വേണ്ട. ഇനി എന്നെ അടിച്ചാ ഞാൻ ചത്തുപോകണ. സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്താ കോളേജിൽ കൊണ്ട് വിടുന്നില്ല? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അറിയാതെ എന്തൊക്കെ ചെയ്തു പോയി. പരീക്ഷയ്ക്ക് സമയമായി, കൊണ്ട് വിടുന്നില്ല ചേട്ടാ. അയ്യോ, അവന്മാര് നശിച്ചു പോകത്തേ ഉള്ളൂ. വണ്ടിയുടെ ഗതി കണ്ടില്ലേ? ഈ വണ്ടി ഇങ്ങനെ നശിപ്പിക്കാൻ എന്റെ മോന്റെ വണ്ടിയെ കണ്ടുള്ളൂ. ഈ വണ്ടി ഇങ്ങനെ നശിപ്പിച്ച എന്റെ തലയിൽ ഇടുത്തി വീട് പണ്ടാറടങ്ങണം. അതങ്ങ് വിട്ടേക്ക്. അതെ, ഈ വണ്ടി നന്നാക്കാനുള്ള ചെലവ് നിങ്ങളുടെ ഓണർ തരോ? ഞാൻ ഫോൺ ചെയ്തായിരുന്നു, വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ ഓട്ട വീണപ്പോ മുത്തശ്ശിയുടെ തകരപ്പെട്ടി എനിക്ക് ഓർമ്മ വന്നത്. എന്റെ പെട്ടി ഇതുമായിട്ട് എന്താടാ ബന്ധമുള്ളേ? ഇതിന്റെ വാല്യൂ അത്രേ ഉള്ളൂ മുത്തശ്ശി. ഈ വണ്ടി എങ്ങനെ പുത്തനായിട്ട് അടിപൊളിയാക്കാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെ ചേട്ടാ? അത് നിസ്സാര കാര്യമില്ല മോളെ. ഒരു ജാറ് പെട്രോൾ മേടിച്ചോണ്ട് വന്ന് ഇതിന്റെ മേലെ ഒഴിച്ച് കത്തിക്കുക, എന്നിട്ട് ബന്ധിന്റെ അന്ന് അവര് കത്തിച്ചു എന്ന് പറഞ്ഞാ മതി. കേസിന്റെ കാര്യമൊക്കെ വളച്ചൊടിക്കാൻ ഞാനുണ്ടല്ലോ ഇവിടെ. ഇൻഷുറൻസുകാർ നമുക്ക് പുതിയ വണ്ടി തരികയും ചെയ്യും. നിർത്തേ. എന്തേ? വണ്ടിയാണെങ്കിലും ജീവിതമാണെങ്കിലും റോങ് റൂട്ട് എനിക്ക് ഇഷ്ടമല്ല. മുതലാളിയാ വിളിക്കുന്നത്. സാർ, ഞാൻ കാർ ഷെഡിലേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുക. ഓക്കെ സാർ. പതുക്കെ അടക്കേ, ഡോർ ഇളകി വീഴുവേ. പഴയ പടത്തില് ജോസ് പ്രകാശിന്റെ ഡയലോഗാണല്ലോ അടിച്ചത്. ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കൂടെ? എന്റെ ഏട്ടൻ തെറ്റ് ചെയ്യാണെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അമ്മോ, രണ്ടും ഒന്നിനൊന്ന് മെച്ചം. മുത്തശ്ശിക്കെങ്കിലും ഒന്ന് ഉപദേശിച്ചൂടെ? ഞങ്ങൾ ഉപ്പ് സത്യാഗ്രഹത്തിന് പോയവരാടാ. കൊള്ളാലോ, ഞാൻ തെണ്ടി യാത്രയ്ക്ക് പോയോ. കല്യാണി, കല്യാണി, ഒന്ന് വേഗം വന്നേ. വരുന്നു. എന്താ ഏട്ടാ, എന്ത് പറ്റി? എന്റെ കഴുത്തൊന്ന് ഒളുക്കി. അയ്യോ, അങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. എന്താ കല്യാണി, എന്നെ ചവിട്ടാൻ പോവാണോ? ഇതെന്താടി ചവിട്ടി തിരുമല? കഥകളിക്കാരെ ചവിട്ടി തിരുമുന്ന പോലെ ഈ പെരുവിരൽ കൊണ്ട് ഇങ്ങനെ തിരുമിയാലേ ഈ വേദനയെല്ലാം വേഗം പമ്പ് കിടക്കും. വേദന എവിടേക്കോ പറന്നുപോയി. ഇപ്പൊ വേദന കുറഞ്ഞോ? ഈ വേദന കുറയണ്ട,
പൂവാലൻ കോഴി കൂവാമോ നേരം പുലരാറാ. കൈമാറ്റടി. മമ്മി കൈ മാറ്റിയാലേ ബോൾ ചെയ്യാൻ പറ്റൂ. അയ്യോ എന്റെ ചക്കര ഉവ്വ. എറിഞ്ഞു. വേഗം വേഗം. അയ്യോ അമ്മിണിയമ്മ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അയ്യോ എന്റെ ജനലിന്റെ ഗ്ലാസ് എല്ലാം പൊട്ടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്കുന്ന ആരാടാ പൊട്ടിച്ചത്? ആരാടാ പറടാ. ക്ഷമിക്കണം, ഞാനാ പൊട്ടിച്ചത്. അതിന്റെ കാശ് ഞാൻ തന്നോളാം. കൊച്ചു കുട്ടികളോടൊപ്പം കളിക്കാനുള്ള പ്രായമാണോ ഇത്? വിവരമില്ലേ നിനക്ക്? ആന്റി കണ്ണാടി പൊട്ടിച്ചത് ഞാനാ. ഡാഡി ഒന്നും പറയണ്ട. ആരാടാ നിന്റെ ഡാഡി? നിന്റെ ഡാഡി ആരാ നിനക്കറിയോ? നാട്ടിലുള്ള പിള്ളേർക്കെല്ലാം ബിസ്ക്കറ്റും ചോക്ലേറ്റും മേടിച്ചു കൊടുത്തുന്നാ അവരുടെയൊക്കെ ഡാഡി മമ്മി ആവാൻ പറ്റുമോ? കണ്ണാടി പൊട്ടിയതിന്റെ കാശ് തരാന്ന് പറഞ്ഞതല്ലേ? ആഹാ വന്നിരിക്കുന്ന ഒരു ലക്ഷപ്രഭു. അമ്മേ എന്റെ മമ്മി ഒന്നും പറയണ്ട. അയ്യോ നീ മിണ്ടാതിരിക്കടാ. അയ്യടി അടുത്ത വീട്ടിലെ പിള്ളേരെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിച്ചത് നീ അമ്മയാവോടി? നീ ഒരു മച്ചിയാണെന്ന് എല്ലാവർക്കും അറിയാടി. എന്താടി എന്നെ മോളെ നോക്കി പറഞ്ഞേ? ആരടി മച്ചി? കുട്ടികളെ പ്രസവിച്ച് അവരെ ലാളനയോടെ വളർത്താത്തവരാണടി മച്ചി. മുലപ്പാല് കൊടുത്താ സൗന്ദര്യം പോകുന്നു കരുതി പാൽപ്പൊടി കലക്കി കൊടുക്കുന്ന നീയൊക്കെയാണടി മച്ചി. ഇനി ഒരു തവണ കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്റെ നോക്ക് പിഴുതെടുത്ത് ഞാൻ എന്റെ പട്ടിക്ക് ഇട്ട് കൊടുക്കും. വിടാ എന്നെ വിടാൻ. മോളെ നോക്കി എന്താടി എന്താ എല്ലാരും നോക്കിയിരിക്കുന്നത്? പൊടി എല്ലാം നീ കാരണം. ഏയ് എന്തിനെങ്ങനെ കരയുന്നേ? ഇനി നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ല ഏട്ടാ. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല. ആരും വേണ്ട, നീ എനിക്ക് മകളും ഞാൻ നിനക്ക് മകനുമായിരിക്കും. താൻ ഇവിടെ തന്നെ നിൽക്കുക, ഞങ്ങൾ തൊഴിലിപ്പ് വരാം. കല്യാണി എന്താ കല്യാണി, എന്താ നീ ചെയ്യുന്നത്? അറിയില്ലേ, ഇത് പടിപൂജയാ. ഇങ്ങനെ ഓരോ പടിക്കും പൂജ ചെയ്താ കുട്ടികൾ ഉണ്ടാവും അത്ര. ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്? മോനെ ചന്ദ്ര, ഞാനാടാ പറഞ്ഞേ. എനിക്ക് തോന്നി നിങ്ങക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഈ വെയിലത്ത് ഇവളി പടികൾ മുഴുവൻ കയറി ഇറങ്ങിയാ ഇവളാകെ തളർന്ന് വീണ് പോകുന്നറിയില്ലേ? മതി വാ പോവാം. അയ്യോ അങ്ങനെ പോവാൻ പാടില്ല മോനെ, ദോഷം കിട്ടും. അങ്ങനെയാണോ? എങ്കിൽ തന്നെ അങ്ങ് ചെയ്താ മതി. ഇത് എനിക്ക് വേണ്ടി അല്ലടാ. ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. മോനെ അയ്യോ, ഇത് സ്ത്രീകൾ ചെയ്യേണ്ട വഴിപാടാ. ഏട്ടൻ ചെയ്താ ശരിയാവില്ല. അതെന്താ, ഞാൻ വഴിപാട് ചെയ്താ കുട്ടികൾ ഉണ്ടാവില്ലേ? ഇങ്ങതാ പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. ഇനി കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് തീരും. പൊള്ളുന്ന വെയിലാ കല്യാണി. പ്ലീസ് ഏട്ടാ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. വേഗം ആട്ടോ മോളെ.